എൻ്റെ ക്ലാസ്സുകളിൽ കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു സംശയമുള്ള രണ്ട് വാക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്ലീപ്പ് എന്താണെന്നും അസ്ലീപ്പ് എന്താണെന്നുമാണ്. വളരെ ചെറിയ ക്ലാസ്സാണ്. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ കേൾക്കേണ്ട, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ചെറിയൊരു ക്ലാസ്സാണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് വേർബാണ്. അസ്ലീപ്പ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉറങ്ങുക എന്ന് തന്നെ. അസ്ലീപ്പ് എന്ന് പറഞ്ഞാലും അർത്ഥം ഉറങ്ങുക അല്ലെങ്കിൽ ഉറക്കത്തിൽ. ഇത് തന്നെയാണ് അർത്ഥം. ഒരേ അർത്ഥം തന്നെയാണെന്ന് പറയാം. പക്ഷെ വ്യത്യാസം എന്താണ്? അസ്ലീപ്പ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഓരോ സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ എന്ന് പറഞ്ഞാൽ അവളിപ്പോ ഉറങ്ങുകയാണ്. ഷീ ഈസ് സ്ലീപ്പിംഗ് നൗ, അവളിപ്പോ ഉറങ്ങാണ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഷീ സ്ലെപ്റ്റ് വെൽ യെസ്റ്റർഡേ, അവൾ ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. കാരണം സ്ലെപ്റ്റ് ആണ് അവിടെ വന്നത്. അപ്പൊ നമുക്ക് സ്ലീപ്പ് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ അസ്ലീപ്പ് എന്താണെന്നാണ് നോക്കുന്നത്. ഷീ ഈസ് അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾ ഉറങ്ങുകയാണെന്നല്ല, അവൾ ഉറക്കത്തിലാണ് എന്നാണ് അർത്ഥം. ഇപ്പൊ അവളുടെ അവസ്ഥ ഉറങ്ങുക എന്ന അവസ്ഥയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ഷീ ഈസ് അസ്ലീപ്പ്. ഇവിടുത്തെ വേർബ് ഏതാണ്? ഈസ് ആണ് വേർബ്, അല്ലെ? അപ്പോ ഷീ ഈസ് അസ്ലീപ്പ്, അവള് ഉറക്കത്തിലാണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ ഈ അസ്ലീപ്പുമായിട്ട് എപ്പോഴും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ അസ്ലീപ്പിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ലീപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഫാൾ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ വീണു പോവുക എന്നാണ് അർത്ഥം. അറിയാതെ ഉറങ്ങിപ്പോവുക. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തല വെച്ച് ഉറങ്ങലില്ലേ, അതിനെയാണ് നമ്മൾ ഫാൾ അസ്ലീപ്പ് എന്ന് പറയുന്നത്. അറിയാതെ ഉറങ്ങിപ്പോവുക. നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ചള്ള് സിനിമയാണെങ്കിൽ ഉറങ്ങിപ്പോകും. അതേപോലെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും, അല്ലെ? അതിനെയാണ് നമ്മൾ ഫാൾ അസ്ലീപ്പ് എന്ന് പറയുന്നത്. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? അറിയാതെ ഉറങ്ങിപ്പോകുന്നതിനെ നമ്മൾ ഫാൾ അസ്ലീപ്പ് എന്നാണ് പറയുന്നത്. അപ്പോ ഐ ഫാൾ അസ്ലീപ്പ് വൈൽ സ്റ്റഡിങ്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ഐ ഫാൾ അസ്ലീപ്പ് വൈൽ സ്റ്റഡിങ്. ഇനി ഐ ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി പോയി എന്നാണ് അർത്ഥം. അറിയാതെ ഉറങ്ങിപ്പോയി. ഐ ഫെൽ അസ്ലീപ്പ് വൈൽ വാച്ചിങ് ദ മൂവി, ആ സിനിമ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഐ ഫെൽ അസ്ലീപ്പ് വൈൽ വാച്ചിങ് ദ മൂവി, ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ആ വ്യത്യാസവും മനസ്സിലായല്ലോ. ഫാൾ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഉറങ്ങി പോകാറുണ്ട്. ഇനി അതേപോലെ ഫെൽ അസ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി പോയി എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നാപ്പാണ്. നാപ്പ് അല്ലെങ്കിൽ ക്യാറ്റ് നാപ്പ് എന്ന് നമ്മൾ പറയും. നാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകല് കുറച്ച് സമയം ഒന്ന് ഉറങ്ങുന്നതിനെയാണ് നമ്മൾ നാപ്പ് എന്ന് പറയുന്നത്. മൈ മോം യൂഷ്വലി ടേക്സ് എ നാപ്പ് ആഫ്റ്റർ ലഞ്ച്. ലഞ്ചിന് ശേഷം എൻ്റെ അമ്മ സാധാരണ ഒന്ന് ഉറങ്ങാറുണ്ട്. ഒന്ന് ഉറങ്ങാന്ന് പറയുന്നത് ആ ഉച്ചക്കത്തെ ഉറക്കം ഭയങ്കര ഒരു ഉറക്കമാണോ? അല്ല, നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക, അല്ലെ? അതിനെയാണ് നമ്മൾ നാപ്പ് എന്ന് പറയുന്നത്. ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാറ്റ് നാപ്പ്, അല്ലെ? പറയുവാണെങ്കിൽ പൂച്ച ഉറക്കം എന്ന് പറയും, അല്ലെ? കുറച്ചു നേരം ഒന്ന് ഉറങ്ങുക. നമ്മൾ കുഞ്ഞു കുട്ടികളെ കുളിപ്പിച്ച് തൊട്ടിലേക്ക് കിടത്തി കഴിഞ്ഞാൽ അവർ ക്യാറ്റ് നാപ്പ്, അവർ കുറച്ചൊന്ന് ഉറങ്ങും, പെട്ടെന്ന് എഴുന്നേൽക്കും, കരയും. അത് ഓർത്ത് വെച്ചാൽ നിങ്ങൾ മാത്രം മതി. അതിനെയാണ് നാപ്പ് എന്ന് പറയുന്നത്. പകല് ഒന്ന് കണ്ണടയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഒന്ന് മയങ്ങുന്നതിനെയാണ് നമ്മൾ നാപ്പ് എന്ന് പറയുന്നത്. സോ ഐ ആം ഗോയിങ് ടു ടേക്ക് എ ക്യാറ്റ് നാപ്പ്. ഐ ആം ഗോയിങ് ടു ടേക്ക് എ ക്യാറ്റ് നാപ്പ്. ഞാൻ ക്യാറ്റ് നാപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒന്ന് മയങ്ങ. ഐ ആം ഗോയിങ് ടു ടേക്ക് എ ക്യാറ്റ് നാപ്പ്. ഞാനിന്ന് ഉറങ്ങാൻ പോവുകയാണ്. താങ്ക് യു.